പുരുഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം സ്ത്രീ ഇത് അനുഭവിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ശരിക്കും സെക്സിനോടുള്ള കാഴ്ചപ്പാട്. കാണുന്ന കാഴ്ചയിലാണ് ഒരു പുരുഷന്റെ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് കാണുമ്പോഴാണ് അവർക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. നമ്മുടെ എക്സ്പെക്ടേഷൻ ആദ്യ രാത്രിയോട് കൂടി ഒരു വിധം ഇപ്പോൾ എക്സ്പെക്ടേഷൻ പോവാണ്. സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ പഠിക്കുന്ന ഒരു സിലബസിലും എന്താണ് ഈ സെക്സ് എന്ന് പറയുന്നത് വൾനറബിലിറ്റി മാത്രമല്ല. സെക്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വെള്ളം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോലെ ദിസ് ഈസ് ഓൾസോ എ ബേസിക് നീഡ് അല്ലേ. അപ്പൊ ഇത് പറയുമ്പോൾ കുട്ടികളോട് വരെ നമ്മൾ ചെറുപ്പത്തിലെ എന്താ പറയാ, നമ്മളിത് കണ്ണ്, ഇത് മൂക്ക്, ഇത് ചുണ്ട്, ഇത് അയ്യേ ചിച്ചി ഇങ്ങനെയുള്ള കുട്ടികളിൽ ആദ്യമേ ഇതെന്തോ ഒരു വലിയ തെറ്റാണെന്നുള്ള ഒരു ധാരണ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുകയാണ് അല്ലെ സെക്സ് എഡ്യൂക്കേഷൻ. നമ്മൾ അല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ല, ഒരു ചാനലിൽ നല്ല ഒരു ഇന്റിമേറ്റ് രംഗം കണ്ട അത് കട്ട് ചെയ്യുക. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തോ വലിയ തെറ്റാണെന്നുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു പുരുഷനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇത് പുരുഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം സ്ത്രീ ഇത് അനുഭവിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ശരിക്കും സെക്സിനോടുള്ള ഇന്റിമസി കഴിഞ്ഞാൽ അതാണ് ഫിസിക്കൽ ഇന്റിമസി. ഇപ്പം ഈ ഇമോഷണൽ ഇന്റിമസി ഇല്ലാത്തത് കൊണ്ടാണോ ഫിസിക്കൽ ഇന്റിമസി കുറയുന്നത്, അങ്ങനെ പറയാൻ പറ്റുമോ? രണ്ട് രീതിയിലുണ്ട്. സ്ത്രീ ഇമോഷണൽ ആണ്. സ്ത്രീക്ക് അവള് കേൾക്കുന്നവനെ അല്ലെങ്കിൽ അവളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളോടാണ് ഇഷ്ടം വരുള്ളൂ. അതിൽ നിന്നാണ് ശരിക്കും ഇന്റിമസിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. പുരുഷന് കാണുന്ന കാഴ്ചയിലാണ്, അയാളുടെ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയിലാണ് ഒരു പുരുഷന്റെ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് കാണുമ്പോഴാണ് അവർക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നത്. പക്ഷെ സ്ത്രീക്ക് അങ്ങനെ പറ്റില്ല. അത് വ്യത്യാസമാണ്. അവരെ നമ്മൾ ഒരു മൂഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഒരു ലൈംഗികത ഉണർത്തുന്നത്. ഇപ്പം മാമിൻ്റെ അടുത്ത് ഇപ്പം വേറൊരു എക്സ്ട്രീമും എനിക്ക് മാമിനോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഒട്ടുമേ ഒരു ഫിസിക്കൽ ഇന്റിമസി ഇല്ലാത്ത ഒരു കപ്പിൾ വരുവാണെങ്കിൽ മാം അവരോട് ഇപ്പം സെക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. നമുക്ക് വേണം, അല്ലെങ്കിൽ സ്നേഹം ഉണ്ട് എന്നുള്ളിടത്ത് മാത്രമാണ് ഇത് രസകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തീരെ നമ്മൾ സെക്സ് തെറാപ്പിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതുമൊക്കെ വേണമെന്നുള്ളിടത്താണ്. ഇയാൾ മാറ്റിയെടുത്താൽ എനിക്ക് ഓക്കെയാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു കുറവും വരത്തില്ല, ഈ ഒരു കാര്യം മാത്രമാണ്, ഇത് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. പക്ഷെ ഇതല്ല, ഇത് ഒന്നുമില്ലാതെ വരുമ്പോൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞ പോയി. അത് ഇമോഷണലി അൺഅവൈലബിലിറ്റി ആണെങ്കിലും നമുക്ക് പ്രശ്നമാണ്, ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആണെങ്കിലും പ്രശ്നമാണ്. ഇത് എല്ലാം നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മാം, ഇപ്പം ഈ ഒട്ടും ഫിസിക്കൽ ഇന്റിമസി ഇല്ലാത്ത ആളുകളുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഇതിന് വേറൊരു സൈഡില്ല. അതായത് ഈ ചില കപ്പിൾ വരുവാണെങ്കിൽ ഫോഴ്സ്ഡ് സെക്സ് ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷുവൽ ഫാന്റസീസ് കാരണം പാർട്ട്ണറിന്റെ അങ്ങനത്തെ ഒരു വൈകൃതങ്ങൾ കാരണം ട്രോമയിൽ പോകുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും. അപ്പം നമ്മളൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവ് ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും യാത്ര. ഇതാണ് ഒരു സ്ത്രീ എപ്പോഴും ഒരു പുരുഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറിൽ നിന്ന്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. ഇന്നും ഒരു പേഴ്സണാലിറ്റി നോക്കിയിട്ടല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത്. നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇത്ര കാലഘട്ടം ഇത്ര വലുതായിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്ന ക്രൈറ്റീരിയ എന്താണ്? അതിനൊരു മാറ്റം വന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ആദ്യ രാത്രിയോട് കൂടി ഒരു വിധം ഇപ്പോൾ എക്സ്പെക്ടേഷൻ പോവാണ്. പിന്നെ ചിലവർ സഹിച്ച് ജീവിക്കുന്നവരുണ്ട്, ചിലവർ അതിനെ ആസ്വദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലവർ ആ ട്രോമയിൽ ജീവിതകാലം, പലർക്കും പറയാൻ മടിയാണ്. ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒരിക്കലും പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും ഉണ്ട്.